അല്ല, സുപ്രീം ബഹുമാന നീതിപീഠം, ഏറ്റവും പരമോന്നത നീതിപീഠം, സുപ്രീം കോടതി അടക്കം CBI അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല, അന്വേഷണം നല്ല രീതിയിൽ നടക്കുമെന്ന് പറഞ്ഞ കാര്യമല്ലേ ഇത്? അതെന്താ അങ്ങനെയല്ലെന്ന് പറയുന്നത്? അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണത് CBI അന്വേഷണം നടത്താതെ വന്നത്. കുടുംബം പല തവണ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ശരിയല്ലേ? ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ പക്ഷേ CBI അന്വേഷണം, ഇപ്പോൾ CBI അന്വേഷണം വന്നില്ല, CBI അന്വേഷണത്തിന് ശുപാർശ കൊടുത്തിരിക്കുകയാണ് ആര്? നമ്മുടെ കേരള ഗവൺമെൻറ്. അപ്പോൾ ഇതിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ ഭയപ്പെടുത്താനെന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയപ്പെടുന്ന പാർട്ടിയൊന്നുമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ. ഇപ്പോൾ ED അടക്കമുള്ള ആളുകൾ വരുന്നു, ഇതൊക്കെ ഏതൊരു ഏജൻസികൾ ഇനിയും വരും. നമുക്കറിയാം, അത് നമുക്ക് വലിയ രീതിയിൽ പാർട്ടിയെ ആക്രമിക്കാൻ വേണ്ടി, സംഘടിതമായി ആക്രമിക്കാൻ വേണ്ടിയുള്ള നിലപാടുകളുടെ ഭാഗമാണിതെല്ലാം. അതിനെ ആ രീതിയിൽ ആ രാഷ്ട്രീയത്തെ ആണ് നമ്മൾ പറയുന്നത്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അല്ലാതെ ആ കുടുംബത്തിൻ്റെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല ഞാൻ പറഞ്ഞത്. ആ അർത്ഥത്തിൽ അതിനൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിന്, സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തിന് ഇവിടെയുള്ള UDFൻ്റെ ഭരണകർത്താക്കളും കൂട്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പല തെളിവുകളും ഇനി വരാൻ പോവുക കേട്ടോ.